കുറച്ചു കാലങ്ങളായി ഇന്ത്യയിലെ ജനങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. പെട്രോൾ ഡീസൽ വില വർധനയെ തുടർന്ന് ഇന്ത്യയിൽ ഇപ്പോൾ 105 രൂപയ്ക്ക് മേലാണ് വില പല സ്ഥലങ്ങളിൽ. കുറച്ചു കാലത്തിന് മുൻപ് 115 രൂപയ്ക്ക് മേൽ വരെ വന്നിരുന്നു. പെട്രോൾ ഡീസലിന് ഇങ്ങനെ വില വർദ്ധിച്ച് നിൽക്കുന്നത് കൊണ്ട് ജനങ്ങളെ പല രീതിയിലാണ് ബുദ്ധിമുട്ടിക്കുന്നത്. പച്ചക്കറി, ഫ്രൂട്ട്സ്, പലചരക്ക് സാധനങ്ങൾ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, പാചകവാതകം തുടങ്ങിയ ജനങ്ങൾക്കാവശ്യമായ എല്ലാ സാധനങ്ങളും വില വർദ്ധിച്ചു വരികയാണ്. പെട്രോൾ ഡീസൽ വില വർധനവ് കൂടിക്കൊണ്ടിരിക്കുന്നത്, അടിക്കടി നിത്യോപയോഗ സാധനങ്ങളുടെയും എല്ലാത്തിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം സാധാരണക്കാരന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ചാർജുമായിട്ടും മറ്റും കേന്ദ്രമാണ് സംസ്ഥാനമാണല്ലോ എല്ലാം ഒരുപോലെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട്. ഡീസൽ വില, പെട്രോൾ വില, ഗ്യാസ് വില, ജീവിക്കാൻ ബുദ്ധിമുട്ട്. കിട്ടുന്ന പൈസ ചിലവിന് പോലും തികയുന്നില്ല. വീട്ടിലെ ചിലവിന് പോലും തികയുന്നില്ല. വാടക കൊടുക്കാൻ പറ്റുന്നില്ല. കുട്ടികളുടെ പഠിപ്പിന് പറ്റുന്നില്ല. ആകെ ബുദ്ധിമുട്ടാണ്. KSRTC, പ്രൈവറ്റ് ബസ് പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകളും മോശമല്ലാത്ത രീതിയിൽ യാത്രാക്കൂലി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അവരുടെ നഷ്ടം നികത്താൻ. അതുകൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ചിരുന്നവരും കഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ 200 രൂപ അടിച്ചാൽ പോലും തികയില്ല. ഞാൻ കോൺട്രാക്ടറാണ്. ഡെയിലി വൈദ്യുതി നോക്കാണ്. ഒന്നും പറയണ്ട. വർധന എന്ന് പറഞ്ഞാൽ 1000 രൂപയിൽ താഴെ വരുന്നുള്ളൂ. സാധാരണ ഫുള്ളെന്ന് പറയുമ്പോൾ തീർത്തില്ലാതെ അല്ലല്ലോ വരണമെങ്കിൽ പോലും സാധാരണ ഫുള്ളടിക്കുമ്പോൾ ഒരു 1000 രൂപയിൽ താഴേക്ക് വരുള്ളൂ. ജനങ്ങൾ പറയുന്നതനുസരിച്ച് 2 വീലർ, 4 വീലർ, ചരക്ക് വണ്ടികൾ ഇവയിലെല്ലാം പണ്ട് 5000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാമായിരുന്നു. എന്നാൽ ഇന്ന് അതിന് 2 ഇരട്ടി കൂടുതൽ അടിച്ചാലും തികയാതെ വരികയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഗവൺമെൻറ്റുകൾ പറയുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ വില കൂടുന്നത് എന്ന്. ഒരു ബാരൽ ക്രൂഡ് ഓയിൽ ഏകദേശം 189 ലിറ്ററോളം വരും. ഇത്രത്തോളം ക്രൂഡ് ഓയിലിന് ഏകദേശം ഇപ്പോൾ വരുന്ന വില $93. ഈ വില ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡിനനുസരിച്ചും മൂല്യമനുസരിച്ചും ദിവസങ്ങളുടെ മാറ്റത്തിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില നിരക്കുകളാണ്. ആ സമയങ്ങളിൽ ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് വളരെ കുറവായിരുന്നതുകൊണ്ട് തന്നെ വില വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ത്യക്കാർക്ക് മാത്രം പ്രയോജനപ്പെട്ടില്ല. ആ സമയങ്ങളിൽ ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ് ലഭിച്ചെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ അവരുടെ ടാക്സ് നിരക്കുകളും വർദ്ധിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായി പെട്രോൾ ഡീസൽ വില കൂടി. മോഡി സർക്കാർ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്നത്. ഈ ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സാധാരണക്കാരന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ ടാക്സിയൊക്കെ ഓടിച്ച് ഉപജീവനം കഴിക്കുന്നവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ സർക്കാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നടപടി ചെയ്യണം. ഇല്ലെങ്കിൽ ജനം ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഡീസൽ വിലയാണ്. ഇപ്പോൾ തന്നെ ഗ്യാസിന് വില കൂടുന്നു. എന്തോ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. കേന്ദ്ര സർക്കാരിനെ കൊണ്ടും ബുദ്ധിമുട്ടി. സംസ്ഥാന സർക്കാരിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. അതെന്തോ പറയാനാ. നമുക്കിപ്പോൾ ഇതല്ലേ, നമുക്ക് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ജീവിക്കേണ്ട കാര്യമല്ലേ ഈ 2 കാര്യം. ടാക്സിക്കകത്ത് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ശമ്പളത്തിൻ്റെ അകത്ത് ഇതൊന്നും തികയത്തില്ല. 1 ലിറ്റർ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ ലഭിച്ചിരുന്നത് ഏകദേശം 38 രൂപയായിരുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് ഈടാക്കിയിരുന്ന ടാക്സ് തുക ഏകദേശം 33 രൂപയോളായിരുന്നു. ആ സമയത്ത് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഏകദേശം 23 രൂപ 24 രൂപയോളം ടാക്സായി മാത്രം ഈടാക്കിയിരുന്നു. ഇതിനോടൊപ്പം
ഡീലർ കമ്മീഷനും ട്രാൻസ്പോർട്ടേഷൻ ചാർജും വേറെ. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആകെ വരുന്നത് ഏകദേശം ലിറ്ററിന് 50 പൈസ മാത്രമാണ് വരുന്നത്. അതുപോലെ ഡീലർ കമ്മീഷൻ ഏകദേശം 3 രൂപ മുതൽ 4 രൂപ വരെ. ശരിക്കും നിയമാനുസരണം പെട്രോൾ ഡീസലുകളിൽ കേന്ദ്ര ഗവൺമെൻറ് പിരിക്കുന്ന ടാക്സ് തുകയുടെ പകുതി തുക സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ളതാണ്. പക്ഷേ അവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. കാര്യം കേന്ദ്ര ഗവൺമെൻറ് ടാക്സായി ഈടാക്കുന്നത് പല പേരുകളിലാണ്. അതായത് എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, കാർഷിക സെസ്, റോഡ് സെസ്, അങ്ങനെ പല പേരുകളിലാണ് കേന്ദ്ര ഗവൺമെൻറ് ടാക്സ് പിരിക്കുന്നത്. അതിൽ എക്സൈസ് ഡ്യൂട്ടി മാത്രമാണ് നിയമാനുസരണം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പകുതി തുക വീതിച്ചു കൊടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ഏകദേശം 33 രൂപയാണ് ടാക്സായി പിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി വരുന്നത് ഏകദേശം 1.5 രൂപ മാത്രമാണ്. അതിൻ്റെ പകുതി തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് വീതിച്ച് നൽകേണ്ടത്. പിന്നീട് ബാക്കി വരുന്ന ടാക്സുകൾ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, അത് ഏകദേശം 11 രൂപയായിരിക്കും. കാർഷിക സെസ് ആയിട്ട് വരുന്നത് ഏകദേശം 2.5 രൂപ. പിന്നീട് വരുന്നതാണ് റോഡ് സെസ്, അത് ഏകദേശം 18 രൂപ. ഇങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് ടാക്സ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പെട്രോൾ ഡീസലുകളുടെ റീറ്റെയിൽ പ്രൈസിൻ്റെ പകുതി തുകയ്ക്ക് മേൽ ടാക്സായാണ് ഈടാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും. ഞങ്ങൾക്ക് പച്ചക്കറി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കിപ്പോൾ നേരത്തെ ഒരു ദിവസം 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ചാൽ 3 ദിവസം ഓടിക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് ഡീസൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കഷ്ടി കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പച്ചക്കറിയുടെ ഒക്കെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ കാരണം തമിഴ്നാട്ടിൽ പച്ചക്കറി ഇല്ലാത്തതുകൊണ്ടല്ല, ഡീസലിൻ്റെ ഈ ട്രാൻസ്പോർട്ടിങ് ചാർജാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് ഈ എല്ലാത്തിനും വിലക്കയറ്റം ഉണ്ടാകുന്നത്. വിലക്കയറ്റം ഇതിനെ മാത്രമല്ല ബാധിക്കുന്നത്, വിലക്കയറ്റം എല്ലാത്തിനും ബാധിക്കും എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും രണ്ടും കൂട്ടരും തുല്യരാ. കാര്യം ഇല്ലെങ്കിൽ അതനുസരിച്ചുള്ള ടാക്സ് കുറയ്ക്കാനോ ഈ കൂടിയ വിലയ്ക്കുള്ള ടാക്സ് കുറച്ചുകൊണ്ട് വേണം ഇവിടെ അത് ചെയ്യാം. ഇനി അതനുസരിച്ച് പല മാർഗ്ഗങ്ങളും ഉണ്ടാവും. എന്ത് ചെയ്താൽ ഞാനത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താണെന്നാ ഇവിടെ ഈ നമ്മുടെ പ്രതിരോധം ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇന്ത്യനെ തൊടാനായിട്ട് ഈ അയലോകത്തുള്ള ചൈന ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് തൊടാൻ സാധിക്കാത്തൊരവസ്ഥ എന്തുകൊണ്ടാണെന്നാൽ ഈ പെട്രോളിനൊക്കെ കാശ് ഇത്രയും കൂട്ടിയെടുത്തിട്ട് ആയുധം മേടിച്ചിവിടെ കൂട്ടിയിടും. അത് ആവശ്യമാണ്. നമ്മൾ സ്വയമായിട്ടിവിടെ ആയുധം നിർമ്മിക്കുന്നു. പിന്നെ ഇപ്പം ടോയ്ലറ്റില്ലാത്ത വീടിന് ഇന്ത്യയിൽ ആ ഒരു സ്ഥിതിയിലോട്ട് പോയിരുന്നു. അതുകൊണ്ട് പെട്രോളിന് 100 500 രൂപയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി എതിർപ്പ് പ്രകടിപ്പിക്കത്തില്ല. Everybody, it is chain reaction. It is cycle. You can't break it. Once raised, it will increase all essential commodities. So it is burden to the public. Yeah. Better to reduce the price at all cost. Don't give trouble to the public. You go to anything, but primary important is the public suffering. To reduce the suffering at any cost. ഇതിന് അനുസരിച്ച് സാലറി അവർ ഇൻക്രീസ് ചെയ്യുന്നില്ല. സാലറി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? സോ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബസ് ചാർജ് ഇൻക്രീസ് ചെയ്തു, പെട്രോൾ കാശ്, ഡീസലൊക്കെ ഇൻക്രീസ് ആയിട്ട് കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന വേതനം കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കഷ്ടത്തിലാണ്. 2010 മുൻപ് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 2010 അന്നത്തെ കേന്ദ്ര സർക്കാർ പെട്രോളിൻ്റെ വില നിശ്ചയിക്കുന്ന നിയന്ത്രണം അന്താരാഷ്ട്ര കമ്പനികൾക്ക് കൊടുത്തു. 2014 അടുത്ത സർക്കാരും ഡീസലിൻ്റെ വില നിയന്ത്രണം അന്താരാഷ്ട്ര മാർക്കറ്റ് കൊടുത്തു. ഇങ്ങനെ ചെയ്തതിലൂടെ പഴയ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതനുസരിച്ച് ജനങ്ങൾക്ക് പെട്രോൾ ഡീസൽ വിലയുടെ ആനുകൂല്യം നേരിട്ട് ലഭിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ്. അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുമ്പോൾ അതേപോലെ വില കൂടുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ അതുപോലെ തന്നെ പെട്രോൾ ഡീസലിൻ്റെ വില കുറയുകയും ചെയ്യും. പക്ഷേ 2014 മുതൽ സംഭവിക്കുന്നത് അങ്ങനെയല്ല. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുമ്പോൾ ഇന്ത്യയിൽ കൂടുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ
ഇന്ത്യയിൽ പെട്രോൾ ഡീസലിൻ്റെ വില കുറയുന്നില്ല, അപ്പോഴും കൂടുകയാണ്. അതാണ് വസ്തുത. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുന്നതനുസരിച്ച് ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ അവരുടെ ടാക്സ് ഉയർത്തും. അത് പല പേരുകൾ. എന്നാൽ 2014 മുൻപ് ചെറിയൊരു തുകയായിരുന്നു ടാക്സായി കേന്ദ്ര ഗവൺമെൻറ് പിടിച്ചിരുന്നത്. Stephanopoulos. Good afternoon. Let's go straight to the Rose Garden. President Trump about to hold a news conference on the coronavirus crisis. Good afternoon. Let's go straight to the Rose Garden. President Trump about to hold a news conference on the coronavirus. കഴിഞ്ഞ കോവിഡ് ലോക്ക്ഡൗണിൽ ലോകം മുഴുവൻ നിശ്ചലമായിരുന്നു. ആ സമയങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആവശ്യം കുറവായിരുന്നു. ഫ്ലൈറ്റുകൾ, ഷിപ്പുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ പൂർണ്ണമായി നിശ്ചലമായിരുന്നു. വാഹനങ്ങൾ ഓടുന്നില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായി അന്താരാഷ്ട്ര കമ്പനിയുടെ ക്രൂഡ് ഓയിൽ ശേഖരിക്കുന്ന സ്ഥലങ്ങൾ നിറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവുണ്ടായി. അതായത് ക്രൂഡ് ഓയിലിൻ്റെ അടിസ്ഥാന വില നല്ലപോലെ കുറഞ്ഞിരുന്നു. എല്ലാ രാജ്യങ്ങൾക്കും അന്ന് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു ലഭിക്കുന്നത് പോലെ ഇന്ത്യക്കും കിട്ടിയിരുന്നു. പക്ഷേ അന്നും ഇന്ത്യയിലെ ജനങ്ങൾ കൊള്ള വിലയ്ക്കാണ് പെട്രോൾ ഡീസൽ വാങ്ങിച്ചത്. പെട്രോൾ ഡീസൽ വിലയുടെ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ജനങ്ങൾ ഉറപ്പായി സാമ്പത്തിക തകർച്ചയിൽ വീഴും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്.